നമസ്കാരം. പ്രധാന വാർത്തകൾ. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന 3 നില കെട്ടിടത്തിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. തൃശൂരിൽ 3 നില കെട്ടിടത്തിൽ വൻ തീപിടുത്തം. പ്രസ് ക്ലബ്ബ് റോഡിലുള്ള 3 നില കെട്ടിടത്തിലാണ് തീപിടിച്ചത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടത്തിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയത്തെ ചൊല്ലിയാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടെ തർക്കം ആരംഭിച്ചത്. തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും തുടർന്ന് കൂട്ടത്തല്ലിൽ കലാശിക്കുകയുമായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇത്തരത്തിൽ സമയത്തെ ചൊല്ലിയുള്ള ജീവനക്കാരുടെ തർക്കത്തിനിടെ ബസ് കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. നടുവത്തുപാറ സ്വദേശി ജയേഷാണ് മരിച്ചത്. ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ഓട്ടോയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കൊല്ലം അലയമൺ കരികോണിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ പുല്ലാഞ്ഞിയോട് സ്വദേശി ഷമീറാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വളവ് തിരിഞ്ഞെത്തിയ കാർ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിന്ദുവിന്റെ കുടുംബത്തിന് ചാണ്ടിയുമ്മൻ പ്രഖ്യാപിച്ച ധനസഹായം 1 ലക്ഷം രൂപ കൈമാറി. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച തലിയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് ചാണ്ടിയുമ്മൻ MLA വാഗ്ദാനം ചെയ്ത 5 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ കൈമാറി. ബിന്ദുവിന്റെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയത്. ചാണ്ടിയുമ്മന് വേണ്ടി OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയാണ് പണം കൈമാറിയത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി 5 ലക്ഷം ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകാമെന്നാണ് ചാണ്ടിയുമ്മൻ വാഗ്ദാനം ചെയ്തിരുന്നത്. 10 ദിവസത്തിനകം വീട് കുടുംബത്തിന് നൽകുമെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കിയിരുന്നു. ഈ ഫണ്ടിലേക്കായി കോട്ടയം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ചാണ്ടിയുമ്മൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചത്. വീണ ജോർജിനെ വിമർശിച്ച പോസ്റ്റിട്ടവർക്കെതിരെ നടപടിയെടുക്കാനൊരുങ്ങി CPM. 3 ദിവസത്തിനകം നടപടിയെടുത്ത് റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെ LDF വ്യാഴാഴ്ച ആറന്മുളയിൽ വിശദീകരണ യോഗം നടത്തും. പഞ്ചായത്ത് തലത്തിൽ റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. ഇരവിപേരൂർ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് മന്ത്രിയെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടത്. ആരോഗ്യമേഖലയെ UDFും BJPയും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് LDF ആരോപിച്ചു. സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ LDF ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും.